Good morning. Next to discuss the payoff in option. Payoff in option? As stated earlier, option buyer has the right but not obligation in a contract. We already said option buyer ko obligation illa, only right matrul. Here we will exercise the right only when he is likely to be benefit doing so. If he will exercise this right, നമ്മൾ ആ റൈറ്റ് എപ്പോഴാണ് ഉപയോഗിക്കുകയുള്ളൂ, നമുക്കത് പോസിബിൾ ആണ്, ബെനിഫിഷ്യറിയാണ്, നമുക്കൊരു പോസിറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുള്ളൂ. അതായത് ഇത്ര രൂപ ആയാൽ ഞാൻ വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്ര രൂപ ആയാൽ മാത്രമാണ് വാങ്ങുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയില്ല. ദാറ്റ്സ് ഫോർ എക്സാമ്പിൾ, if he hold a call option on a particular stock, he will exercise his option only when the market price of that stock is higher than the strike price, so that he get profit from the difference between the market price and strike price. അതായത് നമ്മളിപ്പോൾ ഒരു ഓപ്ഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൈസ്, ഇഫ് ദി മാർക്കറ്റ് പ്രൈസ് ഈസ് ഹയർ ദാൻ ദി സ്ട്രൈക്ക് പ്രൈസ്, നമ്മൾ കോൺട്രാക്ട് ചെയ്ത പ്രൈസിനേക്കാളും കൂടുതലാണ് മാർക്കറ്റ് പ്രൈസ് എങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അത് എക്സർസൈസ് ചെയ്യുള്ളൂ. അപ്പം മാത്രമാണ് അവിടെ ആ റൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി മാർക്കറ്റ് പ്രൈസ് ആൻഡ് സ്ട്രൈക്ക് പ്രൈസ് ഈസ് ദി നോൺ ആസ് പേ ഓഫ്. പേ ഓഫ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മാർക്കറ്റ് പ്രൈസും അതുപോലെ നമ്മുടെ സ്ട്രൈക്ക് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ പേ ഓഫ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്, അല്ലെ. അതായത് മാർക്കറ്റിൽ എക്സർസൈസ് ചെയ്യുന്ന ഒരു പ്രൈസ് ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ എന്തുണ്ടായിരിക്കും, സ്ട്രൈക്ക് പ്രൈസ് ഉണ്ടായിരിക്കും. എന്താണ് സ്ട്രൈക്ക് പ്രൈസ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത്, പ്രൈസ് സ്പെസിഫൈഡ് ഇൻ ഓപ്ഷൻ കോൺട്രാക്ട് ഈസ് കോൾഡ് എക്സർസൈസ് ഓർ എ സ്ട്രൈക്ക് പ്രൈസ്. അതായത് നമ്മൾ കോൺട്രാക്ട് എൻട്രി ചെയ്യുമ്പം അതിൽ എഴുതുന്ന പ്രൈസ് ഏതാണോ അതിനെയാണ് നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രൈക്ക് പ്രൈസും മാർക്കറ്റ് പ്രൈസും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തുള്ളൂ, പ്രോഫിറ്റബിൾ ആകുള്ളൂ, അല്ലെ. നമ്മളിപ്പോൾ കോൺട്രാക്ട് എൻട്രി ചെയ്തിരിക്കുന്ന ഒരു 300-നാണെന്ന് വിചാരിക്കുക. ഇനി മാർക്കറ്റ് 250 ആയാൽ നമുക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല. നമുക്ക് about 300 പോയാൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. പേ ഓഫ് ഈസ് ദി ലൈക്ലി പ്രോഫിറ്റ് ഓർ ലോസ്. അതുകൊണ്ടാണ് പറയുന്നത് പേ ഓഫ് മേ ബി പോസിബിൾ ആവാം, പ്രോഫിറ്റ് ഓർ ലോസ്. ഒന്നെങ്കിൽ പ്രോഫിറ്റ് ആവാം, ലോസ് ആവാം. പേ ഓഫ് എന്ന് പറയുന്ന ആ ഡിഫറൻസിനെയാണ് നമ്മൾ പറയുന്നത്. It is the profit as well as loss for the buyer and seller of future option. The profit potential of an option buyer is unlimited, as there is no cap on the market or a spot price. അതായത് സ്പോട്ട് പ്രൈസ് അല്ലെ മാർക്കറ്റ് പ്രൈസിന് നോ ക്യാപ്പ്, അവിടെ ഒരു ലിമിറ്റേഷൻ ഇല്ലാണ്ട് പ്രോഫിറ്റ് ഓർ പൊട്ടൻഷ്യൽ ഓപ്ഷൻ ബയർ എന്ന് പറയുന്നത്, നമ്മുടെ ഓപ്ഷൻ ബയറെ സംബന്ധിച്ച് മാർക്കറ്റിൽ എത്ര വേണേലും പ്രൈസ് ഇൻക്രീസ് ചെയ്യാം. നമ്മൾ 50 രൂപയ്ക്ക് വാങ്ങിയ സെക്യൂരിറ്റി, വാങ്ങാൻ നിൽക്കുന്ന സെക്യൂരിറ്റി, നമ്മൾ കോൺട്രാക്ട് എൻട്രി ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റിക്ക് 1 lakh 2 lakh എത്ര വേണമെങ്കിലും പ്രൈസ് ഇൻക്രീസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും അൺലിമിറ്റഡ് ആയിരിക്കും. ബട്ട് ഓപ്ഷൻ, ഇഫ് ദി മാർക്കറ്റ് പ്രൈസ് ഈസ് ലോവർ ദാൻ ദി സ്ട്രൈക്ക് പ്രൈസ്, ഓപ്ഷൻ ബയർ വിൽ ലെറ്റ് ഹിസ് ഓപ്ഷൻ expire without exercising it. In this case, he will lose a limited amount of the option premium. അതായത് അങ്ങനെ ഇപ്പൊ കുറയാന്ന് വെച്ചാൽ നമ്മൾ 300 രൂപയ്ക്ക് എൻ്റർ ചെയ്ത ഒരു കോൺട്രാക്ടിന്റെ പ്രൈസ് 250 രൂപയായിട്ട് ആ സ്റ്റോക്കിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്ത്, ദർ ഈസ് നോ ഒബ്ലിഗേഷൻ, നമുക്ക് ഒബ്ലിഗേഷൻ ഇല്ലാത്തതുകൊണ്ട്, റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് റൈറ്റ് ആണുള്ളത്, അതായത് നമുക്ക് അവകാശമാണുള്ളത്. അപ്പൊ നമുക്കത് വാങ്ങാതെ നിൽക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, നമ്മൾ ആ പ്രീമിയം ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട് മാത്രമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അതായത് നിങ്ങൾ കോൺട്രാക്ട് എൻട്രി ചെയ്യുമ്പോൾ ഒരു 400 രൂപ 200 രൂപ എത്രയാണോ കൊടുത്തിട്ടുള്ളത് ആ പ്രീമിയം എമൗണ്ട് മാത്രമാണ് നഷ്ടപ്പെടുള്ളൂ. സോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ലിമിറ്റഡ് ടു എമൗണ്ട് ഓഫ് ഓപ്ഷൻ പ്രീമിയം. നമ്മുടെ ലോസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും, ബട്ട് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. ബിക്കോസ് ദി മാർക്കറ്റ് പ്രൈസ് ഈസ് there is no cap or limitation. Because the profit potential payoff is unlimited and loss is limited. Maximum loss is the premium paid and to option writer, seller conversely. So the profit or loss of the option buyer reflect the loss or profit of option seller. The seller carry an unlimited risk with the limited return potential. His maximum gain is the premium received. ഇനി നമുക്ക് ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ആയിരിക്കും. അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര മാത്രമേ ഉള്ളൂ,
ആ പ്രീമിയം എമൗണ്ട് മാത്രമായിരിക്കും അല്ലെ. ഇനി അയാളെ സംബന്ധിച്ച് ലോസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാ, എത്ര വേണമെങ്കിലും ആവാം അല്ലെ. അയാളെ സംബന്ധിച്ച് ആ സാധനം വിറ്റ് പോയിട്ടില്ലെങ്കിൽ മറ്റേ ആൾ വാങ്ങിയിട്ടില്ല, പ്രൈസ് പറഞ്ഞാൽ ഞാൻ വാങ്ങുമോ, മുബഷിറാന്റെ അടുത്ത് നിന്ന് വാങ്ങുമോ, ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ടും മുബഷിറയെ സംബന്ധിച്ച് എത്ര വേണമെങ്കിലും ലോസ് ഉണ്ടാവാം അല്ലെ. മാർക്കറ്റിൽ എത്ര പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു അതനുസരിച്ച് എന്താ മുബഷിറയെ സംബന്ധിച്ച് ലോസ് ആയിരിക്കും. നമ്മള് ബട്ട് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര മാത്രമേ ഉള്ളൂ. ഇനി ആ കോൺട്രാക്ട് നടന്നിട്ടില്ലെങ്കിൽ ആ 400 രൂപയോ 200 രൂപയോ ഞാൻ കൊടുത്തിട്ടുള്ളത് അല്ലെ, ആ ഒരു പ്രൈസ് മാത്രമായിരിക്കും നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ്സ് ദി റിസ്ക് ആൻഡ് പ്രീമിയം ഓഫ് profile of an option contract is a systematic unlike that future contract. The concept is better understood with the help of example. നമുക്ക് എക്സാമ്പിളോട് കൂടി നിങ്ങളുടെ ടെക്സ്റ്റിൽ ഗ്രാഫോട് കൂടി ഈ ഒരു എക്സാമ്പിൾ പറയുന്നത്. അപ്പൊ ഇത്രയും മാത്രമേ ഉള്ളൂ. പേ ഓഫ് ഇൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രൈക്ക് പ്രൈസ് ആൻഡ് മാർക്കറ്റ് പ്രൈസ്. സ്ട്രൈക്ക് പ്രൈസ് മീൻസ് ദി പ്രൈസ് ഫോർ വിച്ച് വി ആർ എൻറ്ററിങ് ദി കോൺട്രാക്ട് അല്ലെ. നമ്മൾ കോൺട്രാക്ട് എൻറ്റർ ചെയ്യുന്ന പ്രൈസിനാണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. ആ ഒരു സ്ട്രൈക്ക് പ്രൈസും നിങ്ങളുടെ മാർക്കറ്റിലെ ഇപ്പോഴത്തെ പ്രൈസും തമ്മിലുള്ള ആ ഡിഫറൻസിനെയാണ് നമ്മൾ പേ ഓഫ് എന്ന് പറയുന്നത്. വെദർ ഇറ്റ് മീൻസ് മേ ബി എ പ്രോഫിറ്റ് ഓർ എ ലോസ് ആവാം, പ്രോഫിറ്റോ ലോസോ ആവാം. ഓപ്ഷൻ ബയറെ സംബന്ധിച്ച് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡും ലോസ് എന്ന് പറയുന്നത് ലിമിറ്റഡും ആയിരിക്കും. ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ച് നേരെ തിരിച്ചായിരിക്കും. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡും ലോസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡും ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ പറയണതെന്ന് പറഞ്ഞാൽ Mr. X gives Mr. Y a right option to buy call option ആട്ടോ 1 share of stock at a ₹5,000. സ്ട്രൈക്ക് പ്രൈസ് 5,000. ഇവിടെ ഒരു കോൺട്രാക്ട് എൻട്രി ചെയ്തിരിക്കുന്നത്. സെറ്റിൽമെന്റ് ആഫ്റ്റർ 1 month, ഒരു മാസത്തിന് ശേഷമാണ് സെറ്റിൽമെന്റ് ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റൈറ്റ് ഓപ്ഷൻ ക്യാൻ ബി എക്സസൈസ് എനി ടൈം ഡ്യൂറിങ് ദി ലൈഫ് ഓഫ് ദി കോൺട്രാക്ട്. കോൺട്രാക്ടിന്റെ ഏത് ടൈമിൽ വേണമെങ്കിലും അത് എഴുതാം, കംപ്ലീറ്റ് ചെയ്യാം എന്നാണ്. സോ ഇറ്റ് ഈസ് എ നോൺ ആസ് ഏത് ഓപ്ഷനാണ്, അമേരിക്കൻ ഓപ്ഷൻ. ദി കറന്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി സ്റ്റോക്ക് ഈസ് ഓൾസോ 5,000. ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 5,000 തന്നെയാണ്. മിസ്റ്റർ എക്സ് ഹാസ് ചാർജ് മിസ്റ്റർ വൈ 400 രൂപയാണ് ചാർജ് ചെയ്തിട്ടുള്ളത് ഓപ്ഷൻ പ്രീമിയം ആയിട്ട്. ആസ് ദി പ്രൈസ് ഫോർ പർച്ചേസിംഗ് ഓഫ് ഓപ്ഷൻ റൈറ്റ്. Okay, but Mr. Y will not exercise his option as long as the cash or spot price of the stock at a time is less than 5,000. അപ്പൊ 5,000 രൂപയിൽ താഴേക്ക് പ്രൈസ് പോവുകയാണ്, ഒരിക്കലും എന്ത് ചെയ്യില്ല മിസ്റ്റർ വൈ ഇത് പർച്ചേസ് ചെയ്യുകയില്ല. ബിക്കോസ് അയാൾക്ക് ഒരു ലോസ് ആയിരിക്കും. ദിസ് ഈസ് ബിക്കോസ് ബൈ ഡൂയിങ് സോ ഹി വിൽ ഇൻകർ ലോസ് ഈക്വൽ ടു 5,000 മൈനസ് stock price. He may decide to exercise his option anytime during the life of the market price of stock is above 5,000. 5,000 രൂപയിൽ കൂടുകയാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഞാൻ ഇപ്പോൾ ആ സ്റ്റോക്ക് വാങ്ങുകയുള്ളൂ. However, if the market price of stock is between 5,000 and 5,400, he will decide to exercise his option. 5,000-നും 5,400-നും ഇടയിലാണെങ്കിലൊക്കെ ഞാൻ എന്ത് ചെയ്യും, എക്സസൈസ്. ഹി വിൽ ഇൻകർ ലോസ് ഈക്വൽ ടു ദി ഡിഫറൻസ് ബിറ്റ്വീൻ 4,400 ആൻഡ് ദി പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസ്. ഇനി 5,000-നും 5,400-നും ഇടയിലൊക്കെയാണ് പ്രൈസ് വരുന്നതെങ്കിൽ നമ്മൾ ആകെ എത്ര രൂപ ഇപ്പൊ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, 5,400 രൂപ. 5,000 പ്ലസ് 400 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, 5,000 നമുക്ക് ഈ സ്റ്റോക്കിന് ഓൾറെഡി കൊടുക്കണം, പിന്നെ നമ്മൾ 400 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി കൊടുത്തു വെച്ചിട്ടുണ്ട് പ്രീമിയം ആയിട്ട്. അപ്പൊ 5,400 രൂപയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ചെറിയൊരു അപ്പൊ 5,400 രൂപയാണെങ്കിൽ നമുക്കൊരു നഷ്ടവും വരില്ല. 5,300 രൂപ, 5,000-നും 5,400-നും ഇടയിൽ ഇപ്പൊ 5,300 ഒക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് എത്ര രൂപ നഷ്ടം വരും, 100 രൂപ നഷ്ടം വരും അല്ലെ. 5,300, 5,000 ആണ് സ്റ്റോക്ക്, നമ്മൾ 5,400 രൂപ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ വിൽക്കുകയാണെങ്കിൽ എത്ര മാത്രമേ കിട്ടുള്ളൂ, 5,300 രൂപ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ 100 രൂപ നമുക്ക് ലോസ് ഉണ്ടാകുന്നത്. ഹി വിൽ ബ്രേക്ക് ഈവൻ അറ്റ് ദി സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസ്. 5,400 രൂപ വരികയാണെങ്കിൽ എന്ത് ചെയ്യും, മാർക്കറ്റ് പ്രൈസ് 5,400 രൂപയാണെങ്കിൽ ബ്രേക്ക് ഈവൻ, അതായത് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. അതായത് ബ്രേക്ക് ഈവൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് പ്രൈസ് പ്ലസ് ഓപ്ഷൻ പ്രൈസ്. സ്റ്റോക്ക് പ്രൈസ് എത്രയാണ്, 5,000 പ്ലസ് ഓപ്ഷൻ പ്രൈസ് എത്രയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, 400 രൂപ. അപ്പൊ 5,400 രൂപയാണ്, ഒരു നഷ്ടവും ഉണ്ടാവില്ല. If the market price is above the 4,500
5400 5400 മേലെ ആണെങ്കിൽ അതായത് 5450 രൂപയാവുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടും? 50 രൂപ പ്രോഫിറ്റബിൾ ആയിരിക്കും. ₹50. അതായത് നമ്മൾ 5400 രൂപ സ്പെൻഡ് ചെയ്തു, അഡീഷണൽ ആയിട്ട് നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 50 രൂപ കിട്ടുന്നുണ്ട്. അതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും എബവ് പോവുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ കോൺട്രാക്ട് നമ്മൾ എക്സസൈസ് ചെയ്യുള്ളൂ. കാരണം there is no obligation, only the റൈറ്റ് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് നിങ്ങളുടെ ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ദി പേ ഓഫ് പ്രോഫിറ്റ് ഓഫ് ബയർ ആൻഡ് സെല്ലർ ഓഫ് സച്ച് എ കോൾ ഓപ്ഷൻ ആർ ഷോൺ ഇൻ ഫിഗർ ആണ്. അപ്പൊ ഇവിടെ നോക്കുക, പേ ഓഫ് പ്രോഫിറ്റ് ഓഫ് എ കോൾ ഓപ്ഷൻ ബയർ. ബയറെ സംബന്ധിച്ച് ഇവിടെ നോക്കുക. ഇപ്പൊ ഈ ഒരു ഗ്രാഫ് വരക്കാനാണെങ്കിലും എങ്ങനെയാണെന്നുള്ളത്, ഇത് 0.0 ആണ്, ഇത് മൈനസ് ലൈൻ ആണ്, ഇത് പോസിറ്റീവ് സൈഡ് എക്സ് ആക്സിസ്, സോറി വൈ ആക്സിസ്. എക്സ് ആക്സിസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് പേ ഓഫ് ടു ദി ഓപ്ഷൻ ബയർ ആണ് നമ്മൾ കാണിക്കുന്നത്. പ്രോഫിറ്റ് ഓർ ലോസ് ആയിരിക്കും ഇവിടെ കാണിക്കുക. അപ്പൊ നമുക്ക് നോക്കാം, ഈ ഒരു സ്റ്റോക്ക് പ്രൈസ് അതായത് 5000 രൂപ എത്തുകയാണെങ്കിൽ, 5000 രൂപയാണ് സ്റ്റോക്ക് പ്രൈസ് എന്ന് നിങ്ങൾ ഇവിടെ സ്റ്റോക്ക് പ്രൈസ് ആട്ടോ നമ്മൾ കൊടുക്കുക, പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പൊ നോക്കുക, ഇപ്പൊ സ്റ്റോക്ക് പ്രൈസ് 5000 രൂപയാണെങ്കിൽ, അതായത് ഇതാണ് 5000 കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ലൈനിൽ എക്സ് ആക്സിസിൽ ഇത് 0 ആണ്, 0 വരുന്നത്. അപ്പൊ ഇനി നമ്മളെ സംബന്ധിച്ച് ഓപ്ഷൻ ബയറെ സംബന്ധിച്ച് പ്രോഫിറ്റ് എത്രയാണ്? ഇവിടുന്ന് ഈ 5000-ന്ന് എത്ര രൂപ ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്താലും ഇങ്ങോട്ട് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? അയാളുടെ പ്രോഫിറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കും. ദാറ്റ്സ്. അപ്പൊ 5000 ഇവിടെയാണ് നഷ്ടമാണ്. ഇങ്ങോട്ട് വരുന്നത് 5400, ദാറ്റ് ഈസ് എ ബ്രേക്ക് ഇവൻ പ്രൈസ്. നമ്മളിപ്പോ പറഞ്ഞു 5400 ആണ് ബ്രേക്ക് ഇവൻ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 5400 എത്തിക്കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് എന്താണ്? പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ലാണ്ട്. ഇനി 5400 മേലേക്ക് ഇങ്ങോട്ട് പ്രൈസ് എത്ര കൂടിയാലും അയാളെ സംബന്ധിച്ച് എന്താണ്? പ്രോഫിറ്റബിൾ ആണ്. സോ ഇറ്റ്സ് എ പ്രോഫിറ്റ് ഈസ് അൺലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇനി അയാളെ സംബന്ധിച്ച് നഷ്ടം ഉണ്ടാവുന്നത് എത്ര മാത്രമേ ഉള്ളൂ? നമ്മൾ ഈ കോൺട്രാക്ട് 5000-ന് താഴേക്ക് പോയാൽ, അല്ലെ 5400-ന് താഴേക്ക് പോയാൽ നമ്മൾ എന്ത് ചെയ്യില്ല? ഞാനിത് വാങ്ങാൻ പോകില്ല, അല്ലെങ്കിൽ ഈ ഒരു കോൺട്രാക്ട് ഞാൻ എന്ത് ചെയ്യില്ല? എക്സസൈസ് ചെയ്യില്ല. എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ ഈ കോൺട്രാക്ട് നടത്തിയിട്ടില്ലെങ്കിൽ, ഈ സാധനം വാങ്ങിയിട്ടില്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എത്ര രൂപ മാത്രമാണ് ലോസ് ഉണ്ടാവുള്ളൂ? ഈ 400, അതായത് ഈ 400 രൂപ. ഈ സൈഡ് നെഗറ്റീവ് സൈഡാണ്, ഇത് പോസിറ്റീവ് സൈഡാണ്. അപ്പൊ ഈ 400 രൂപ മാത്രമാണ് ലോസ് ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ എന്റെ കയ്യിൽ നിന്ന് എത്ര രൂപ മാത്രമേ പോയിട്ടുള്ളൂ? ഞാൻ 400 രൂപ മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ ഓപ്ഷൻ പ്രീമിയം ആയിട്ട്. അതുകൊണ്ടാണ് ലോസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ലോസ്, ഇതാണ് ലോസ് എന്ന് പറയുന്നത്. ഇത് ലോസ് ഏരിയ ആണ്, ഇത് പ്രോഫിറ്റ് ഏരിയ ആണ്, ഇത് ബ്രേക്ക് ഇവൻ പോയിന്റ്. അപ്പൊ ലോസ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് 400 രൂപ മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര വേണമെങ്കിലും ഇൻക്രീസ് ചെയ്യാം. ബിക്കോസ് മാർക്കറ്റ് എന്ന് പറയുന്നത് there is no cap, there is no limitations. അപ്പൊ പ്രൈസ് എത്ര കൂടുന്നോ അതനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഇൻക്രീസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് പൊട്ടൻഷ്യൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. റിലേറ്റഡ് വിത്ത് ആൻ ഓപ്ഷൻ ബയർ ആൻഡ് പൊട്ടൻഷ്യൽ ലോസ് ഇറ്റ്സ് എ ലിമിറ്റഡ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ലിമിറ്റഡ് ടു ദി ഓപ്ഷൻ പ്രീമിയം. ഓപ്ഷൻ പ്രീമിയത്തിൽ മാത്രമായിട്ട് ലിമിറ്റും ചെയ്യുന്നുണ്ടായിരിക്കും. Thus, we can say that call option holder will make a profit from option only if the price of the underlying asset rise above the exercise or strike price plus the option premium. അതായത് ഒരു ഓപ്ഷൻ ബയറെ സംബന്ധിച്ച് the contract become profitable only when there is a option premium അതുപോലെ സ്ട്രൈക്ക് പ്രൈസും കൂടെ കൂടിയിട്ട്. ഇവിടെയാണ് 5000 + 400, 5400-ന് മേലെ ബ്രേക്ക് ഇവൻ പ്രൈസിന് മേലെ പോയാൽ മാത്രമാണ് പ്രോഫിറ്റബിൾ ആവുള്ളൂ. 5401 രൂപ ഒന്നായാൽ പോലും എന്താണ്? 1 രൂപ പ്രോഫിറ്റബിൾ ആയിരിക്കും. ഓക്കെ. ദെൻ the maturity of the contract time exercise of option as pay off profile call option ആണ് കാണിച്ചിട്ട് ഉള്ളത്. അപ്പൊ നമ്മൾ കാര്യങ്ങൾ ഗ്രാഫിക്കൽ. ഇനി ഓപ്ഷൻ സെല്ലർ എന്ന് പറയുന്നത് മിറർ ഇമേജ് ഓഫ് എ ഓപ്ഷൻ ബയർ ആണ്. മിറർ ഇമേജ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ആയിരിക്കും കാണിക്കുക. ദാറ്റ് മീൻസ് അയാളെ സംബന്ധിച്ച് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര മാത്രമേ ഉള്ളൂ? ഇപ്പൊ അയാളെ സംബന്ധിച്ച് ലോസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും, പ്രോഫിറ്റ് ലിമിറ്റഡും ആയിരിക്കും. അപ്പൊ ഈ ലോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അൺലിമിറ്റഡ് ആയിരിക്കും. ഇതാണ് ലോസ് ഏരിയ, ഇത് പ്രോഫിറ്റ് ഏരിയ ആണ്. നിങ്ങളുടെ വൈ ആക്സിസിൽ, എക്സ് ആക്സിസിൽ നമ്മൾ കൊടുക്കുക ഷെയർ പ്രൈസ് ആയിരിക്കും, അതായത് അസറ്റ് പ്രൈസ് ആയിരിക്കും നമ്മൾ കാണിക്കുക. ഇത് അസറ്റ് പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ.
അപ്പൊ ഇതെന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ച് 5000 ആണ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റോക്ക് പ്രൈസ് എന്ന് വിചാരിക്കുക. ഇനി ഇയാളെ സംബന്ധിച്ച് ഞാൻ ഓപ്ഷൻ സെല്ലർ ആണെങ്കിൽ ഈ ഒരു കോൺട്രാക്ട് ഇപ്പൊ 5000 താഴെ പോയാൽ എന്ത് ചെയ്യില്ല, കോൺട്രാക്ട് നടക്കുകയില്ല. കോൺട്രാക്ട് നടന്നിട്ടില്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എന്നു പറയുന്നത് എന്തായിരിക്കും, നഷ്ടം ആയിരിക്കും. അതായത് നഷ്ടം എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാവാം. ഈ കോൺട്രാക്ട് നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും നഷ്ടം ഉണ്ടാവാം അല്ലെ, അൺലിമിറ്റഡ് ആയിരിക്കും. ദെൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ, 400 രൂപ മാത്രമേ ഉള്ളൂ പ്രോഫിറ്റ്, ലിമിറ്റഡ് ആയിരിക്കും. അതായത് എനിക്ക് എത്ര രൂപ മാത്രമാണ്, ഈ കോൺട്രാക്ട് നടന്നിട്ടില്ലെങ്കിൽ എന്ത് മാത്രമേ കിട്ടുകയുള്ളൂ, എനിക്ക് ഈ 400 രൂപ മാത്രമാണ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ലോസ് എന്ന് പറയുന്നത് ഫുൾ ആൻഡ് ഫുള്ളി ലോസ് ആയിരിക്കും അല്ലെ. He will make profit only if stock price is less than the strike price plus the option premium. അതായത് സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് പോയാൽ മാത്രമാണ് അയാൾക്ക് എന്തുണ്ടാവുള്ളൂ, പ്രോഫിറ്റബിൾ ആവുള്ളൂ. ഈ കോൺട്രാക്ട് നടക്കാണ്ടിരുന്നാൽ മാത്രമാണ് പ്രോഫിറ്റബിൾ ആവുള്ളൂ. അതായത് കോൺട്രാക്ട് നടന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണ്ട, നമുക്ക് തന്നിട്ടുള്ള പ്രീമിയം തിരിച്ചു കൊടുക്കണ്ട. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഈ 400 രൂപ പ്രോഫിറ്റ്. ഇൻ അതർ വേർഡ്സ് he will lose money if price of underlying rise above the strike price, exercise price with the option premium. ഇനി ഇത് 5000 എന്നുള്ളതിൽ നിന്ന് മേലേക്ക് എത്ര വേണമെങ്കിലും കൂടാം അല്ലെ, പ്രൈസ് എത്ര വേണമെങ്കിലും കൂടിപ്പോവാം. ആ പ്രൈസ് എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ച് എന്താണ്, നഷ്ടമാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക 5000 രൂപയ്ക്കാണ് കോൺട്രാക്ട് എൻട്രി ചെയ്തിട്ടുള്ളത്. ഇനി കോൺട്രാക്ട് എൻട്രി ചെയ്തു, ഈ കോൺട്രാക്ട് നടന്നാൽ എന്താണ് സംഭവിക്കുക, കോൺട്രാക്ട് നടന്നാൽ ഇയാളെ സംബന്ധിച്ച് 5000 രൂപ മാത്രമാണ് ഇയാൾക്ക് കിട്ടുകയുള്ളൂ അല്ലെ. ആ 400 രൂപ പ്രീമിയം മാത്രമാണ് കിട്ടുക. ഈ 5000 രൂപ എന്ന് പറയുന്നത് എന്താണ്, ഓൾറെഡി മാർക്കറ്റിലുള്ള പ്രൈസ് തന്നെയാണ്. അപ്പൊ അത് അയാൾക്ക് പ്രോഫിറ്റബിൾ അല്ല. അപ്പൊ ആ പ്രീമിയം എന്ന് പറയുന്നത് 400 രൂപ മാത്രമാണ് പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. ഈ കോൺട്രാക്ട് നടന്നില്ലല്ലോ അയാളെ സംബന്ധിച്ച് എത്ര രൂപയാണ് പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ, ഈ 400 രൂപ. കാരണം നടന്നില്ലെങ്കിൽ നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള ആ ഓപ്ഷൻ പ്രീമിയം എന്ത് ചെയ്യണ്ട, തിരിച്ചു കൊടുക്കണ്ട. അപ്പൊ അയാളെ സംബന്ധിച്ച് എപ്പോഴും പ്രോഫിറ്റ് എത്രയില ലിമിറ്റ് ചെയ്യുന്നുള്ളൂ, 5400 രൂപയിൽ ലിമിറ്റ് ചെയ്തു. ഇനി അയാളെ സംബന്ധിച്ച് നഷ്ടം എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഒന്നെങ്കിൽ കോൺട്രാക്ട് നടന്നിട്ടില്ലെങ്കിൽ എന്താണ്, ഈ സംഭവം നിന്നുപോയി, അപ്പൊ അതൊരു നഷ്ടമാണ്. ഇനി ആ നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലുള്ള നഷ്ടങ്ങളാവാം. ഇനി ഈ കോൺട്രാക്ട് നടന്നു എന്ന് വിചാരിക്കാം, ഈ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് എത്ര വേണമെങ്കിലും അല്ല, മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, എത്ര വേണമെങ്കിലും ആയിട്ട് ഇൻക്രീസ് ചെയ്യാം. ആ ഇൻക്രീസ് ചെയ്യുന്നത് അയാളെ സംബന്ധിച്ച് എന്താണ്, നഷ്ടമാണ് അല്ലെ. നമ്മൾ 5000 രൂപ മാത്രമാണ് ഈ കോൺട്രാക്ട് ഇന്ന് നടക്കുമ്പോൾ എനിക്ക് കിട്ടുകയുള്ളൂ അല്ലെ, മുബഷിറയ്ക്ക് ഞാൻ കൊടുക്കുകയുള്ളൂ. പക്ഷെ ഇപ്പൊ മാർക്കറ്റിൽ ഈ സെക്യൂരിറ്റിക്ക് 1 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക, അയാളെ സംബന്ധിച്ച് 95000 രൂപയും എന്താണ്, നഷ്ടം തന്നെ ആണ്. അതാണ് പറഞ്ഞത് അൺലിമിറ്റഡ് ആയിരിക്കും അയാളെ സംബന്ധിച്ച് ലോസ്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡും ആയിരിക്കും. ഓക്കെ, ഇനി അതേ പോണക്ക് തന്നെ നമ്മുടെ കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷന്റെ കാര്യങ്ങളാണ് ഇവിടെ അടുത്ത ഗ്രാഫിൽ പറയുന്നത്. പുട്ട് ഓപ്ഷൻ സെല്ലർ, ഇഫ് മിസ്റ്റർ എ ബൈസ് എ പുട്ട് ഓപ്ഷൻ ഓൺ എ സെയിം സ്റ്റോക്ക് വിത്ത് എ strike price 5000 at a premium of 400, he will make a profit only if the price of the stock go below 4600. അതായത് കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ ആകുമ്പം എന്താണ് സംഭവം, നമ്മൾ വാങ്ങാന്ന് പറഞ്ഞിട്ട് സെയിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ്. അപ്പം 400 രൂപയിൽ താഴേക്ക് പോയാൽ മാത്രമാണ്, 4600 രൂപ ഗോസ് ബിലോ ആയാൽ മാത്രമാണ് എന്ത് ചെയ്യുക, അയാളെ സംബന്ധിച്ച് പ്രോഫിറ്റബിൾ അറ്റ് ദി മെച്യൂരിറ്റി ഓഫ് ദി ടൈം ഓഫ് എക്സസൈസ് ഓഫ് ഓപ്ഷൻ. On other hand, put option seller will lose money if the strike price is below 4600. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ എന്ന് പറയുന്നത് പുട്ട് ഓപ്ഷൻ ബയറാണ്. ബയറെ സംബന്ധിച്ച് പുട്ട് ഓപ്ഷൻ ബയറെ സംബന്ധിച്ച് അയാളെ സംബന്ധിച്ച് പ്രോഫിറ്റ് അല്ലെ, പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആസ് അണ്ടർലൈങ് സ്റ്റോക്ക് പ്രൈസ് ഡിക്രീസസ് അല്ലെ. അതായത് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക എപ്പോഴാണ്, അണ്ടർലൈങ് അസറ്റ്സിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ മാത്രമാണ് അയാളെ സംബന്ധിച്ച് എന്താ, അതായത് ഇങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് അല്ലെ, പുട്ട് ഓപ്ഷൻ ആണ്. അപ്പൊ പുട്ട് ഓപ്ഷൻ ആകുമ്പോൾ പ്രോഫിറ്റബിൾ ആകുന്ന ഇങ്ങോട്ടാണ്, പ്രൈസ് കുറയുന്ന അനുസരിച്ച് ആയിരിക്കും. അപ്പൊ 4600 ആയ ബ്രേക്ക് ഇവൻ പ്രൈസ് ആണ്. ഇനി ഇങ്ങോട്ട് കുറയാണ് അയാളെ സംബന്ധിച്ച് എന്തായിരിക്കും, പ്രോഫിറ്റബിൾ ആയിരിക്കും. ഇനി പ്രൈസ് കൂടിയ അയാളെ സംബന്ധിച്ച് ലോസ് ആയിരിക്കും. പക്ഷെ ആ ലോസ് എന്ന് പറയുന്നത് എത്ര രൂപ മാത്രമേ വരുള്ളൂ, ലിമിറ്റഡ് ആണ്, 400 രൂപ
രൂപയിൽ മാത്രമാണ് ലോസ് വരുവുള്ളൂ. അതാണ് പറയുന്നത് പുട്ട് ഓപ്ഷൻ ബയറെ സംബന്ധിച്ച്. ഇനി പുട്ട് ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കാണുന്നുണ്ട്. പുട്ട് ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ച് ഇതാണ് ബയർ സബ്സ്റ്റാൻഷ്യൽ ആൻഡ് ഇൻക്രീസ് ആസ് ദ അണ്ടർലൈങ് സ്റ്റോക്ക് പ്രൈസ് ഡിക്രീസസ്. അണ്ടർലൈങ് സ്റ്റോക്ക് പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് അയാളുടെ പ്രോഫിറ്റ് കൂടും. ലോസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ടു പ്രീമിയം പെയ്ഡ് ഫോർ എ പുട്ട്, പ്രീമിയം കൊടുത്തതിൽ നഷ്ടം നിലനിൽക്കുന്നു. ഇനി പുട്ട് ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ടു പ്രീമിയം റിസീവ്ഡ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ച് എത്ര മാത്രമേ ആവുന്നുള്ളൂ, 400 രൂപ മാത്രമേ പ്രോഫിറ്റ് ആവുന്നുള്ളൂ. ഇനി അതായത് ഇങ്ങോട്ട് കുറഞ്ഞു പോയാലും അയാൾക്ക് എത്ര മാത്രമേ കിട്ടുള്ളൂ, 400 രൂപ മാത്രമേ കിട്ടുള്ളൂ. ഇനി അയാളെ സംബന്ധിച്ച് ലോസ് എന്ന് പറയുന്നത് എത്ര വേണമെങ്കിലും ആവാം. ഈ കോൺട്രാക്ട് നടന്നില്ലെങ്കിലും ഇനി കുറയുന്നതനുസരിച്ചും ഒക്കെ അയാൾക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് ലോസ് സംഭവിക്കാം. അപ്പൊ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ച് ആ ഒരു 400 രൂപയിൽ ആയിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. Limited to the premium received, substantial and increase the underlying stock price decreases. അയാളുടെ ലോസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും അണ്ടർലൈൻ സ്റ്റോക്ക് പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നത് അനുസരിച്ച്. അതാണ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് പുട്ട് ഓപ്ഷൻ സെല്ലറും പുട്ട് ഓപ്ഷൻ ബയറിന്റെ എഫക്റ്റും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പേ ഓഫ് എന്ന് പറയുന്നത്. പേ ഓഫ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ.